ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2148. ഇന്ന് നവംബർ മാസം 17-ാം തീയതി. ഈ ആണ്ടിലെ 321-ാമത്തെ ദിവസത്തിലെത്തി. സ്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതൊരു വലിയ സങ്കടം തന്നെ ആയിരിക്കണം അവർക്കും. ഏറെക്കാലം അവര് പ്രാർത്ഥിച്ച് ദീർഘകാലം കാത്തിരുന്നവരുമാണ്. ഇപ്പോൾ ആവട്ടെ അവർ വാർദ്ധക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, അപേക്ഷയിൽ നിന്നും, പ്രതീക്ഷകളിൽ നിന്നുമൊക്കെ അവർ കുറച്ചെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടാവും. അതൊരു നിരാശയുടെയും അതൊരു മടുപ്പിന്റെയും അവസ്ഥയിൽ അല്ല കേട്ടോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ദമ്പതികളെ കുറിച്ച് ഇങ്ങനെ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തത്തില്ലായിരുന്നു. ദൈവത്തിന് മുമ്പിൽ അവർ നീതിനിഷ്ഠരായിരുന്നെന്നും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമാണ് എന്ന് അവരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തത്തില്ല. ഇവരെ കണ്ടെത്തിയ, ഇവരിലേക്ക് ഇടപെട്ട ദൈവത്തിന്റെ കരുണയെ നമുക്ക് ഒന്നും കൂടി അടുത്തറിയാം. കുറെ കൂടി അനുകമ്പയും കരുണയും നമ്മളും പുലർത്തേണ്ടതാണ്. ആരോടാ? ഒപ്പമുള്ള മനുഷ്യരോട്, ദൂരത്തുള്ള മനുഷ്യരോട്, കണ്ടെത്താൻ പറ്റുന്ന സകല മനുഷ്യരോടും. ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ആരുടെയെങ്കിലും ഒരു വിഷമാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ ഒന്നെങ്കിൽ സമപ്രായക്കാരുടേതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടുത്തം കിട്ടും. അതല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരുടെയും ഒരുപക്ഷെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇത് രണ്ടിലും പെടാത്തവരുടേതോ, സമപ്രായക്കാരല്ലാത്തവരുടെയും സമാന ചിന്താഗതി ഇല്ലാത്തവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ സങ്കടങ്ങളെ തൊട്ടറിയണമെങ്കിൽ, അവരുടെ നിരാശയെ നമുക്കൊന്ന് പരിചയപ്പെടണമെങ്കിൽ അസാധാരണമായ സഹാനുഭൂതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത്തരമൊരു സഹാനുഭൂതിയും കരുണയും അനുഭാവവും ദൈവഹൃദയത്തിലുണ്ട് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സക്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെയും ജീവിതത്തിലേക്ക് ദൈവം നടത്തിയ വളരെ അത്ഭുതകരമായ ഇടപെടൽ. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ദുരിതങ്ങളിൽ ഇടപെടാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടാവും. അതിങ്ങനെ സുനാമി വന്ന അവസരങ്ങളിലും, പ്രളയം വന്ന അവസരങ്ങളിലും, കോവിഡ് വന്ന നേരങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ദുരന്തങ്ങളിൽ ഇടപെടാൻ ആർക്കും താല്പര്യമുണ്ടാവും. കാരണം അതിൽ ഇടപെടുന്നവർക്കും അതേ ശ്രദ്ധ കിട്ടുന്നുണ്ട്, അല്ലേ? കുറവായിട്ടല്ല കേട്ടോ. അതൊരു വിമർശനമായിട്ടുമല്ല ഞാൻ പറയുന്നത്. അതിൽ ഇടപെടുന്നവർക്കും വേണ്ടത്ര ശ്രദ്ധ കിട്ടും. എന്നാൽ മറ്റാർക്കും മനസ്സിലാകാത്ത ചെറിയ ചെറിയ സങ്കടങ്ങളിലും വലിയ വലിയ സങ്കടങ്ങളിലും പെട്ടുപോയ മനുഷ്യരില്ലേ നമ്മുടെ ആൾക്കൂട്ടത്തിനിടയിൽ? അങ്ങനെ ഉണ്ടെന്നേ. ഈ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ ചിലർ ഏകാന്ത യാത്ര നടത്തുന്നവരുണ്ട്. അവരെ തിരിച്ചറിയാനായിട്ട്, അവരെ ചേർത്ത് പിടിക്കാനായിട്ട്, അവരെ കൈവിടാതിരിക്കാനായിട്ട് കുറച്ചുകൂടി നമ്മൾ അനുകമ്പയും സഹാനുഭൂതിയും കരുണയും ഒക്കെ സർവശക്തനായ ദൈവത്തിൽ നിന്ന് തന്നെ സംശീകരിക്കേണ്ടി വരും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.